ഹലോ നമസ്കാരം, എല്ലാവർക്കും DCOOKS&BAKESിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാസ്ത വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഇത് നമുക്ക് പാലടയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അതിനോട് എടുത്തിരിക്കുന്നത് മാക്കറോണി പാസ്തയാണ്. ഇത് മുഴുവനായിട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിന് നന്നായിരിക്കുക. ഞാനിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു സിപ്ലോ കവറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് പൊടിക്കരുത്. നന്നായിട്ട് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെച്ച് പായസം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു പൊടി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കോരി മാറ്റാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഈ നെയ്യെല്ലാം ഒന്ന് നന്നായി കോട്ടായി വന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ 1 മിനിറ്റോളം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാസ്ത നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലും 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കിടന്ന് വെന്തതിന് ശേഷം ബാക്കി പാലും കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിള വരുമ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. പാസ്ത നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടണം. സാധാരണ നമ്മൾ പാസ്ത റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത് പോലെയല്ല, അതിലും കുറച്ചുകൂടി നന്നായിട്ട് ഇത് കുക്കാവണം. അല്ലെങ്കിൽ നമ്മളിതിൽ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് വരുമ്പോൾ പിന്നെ അത് കല്ലച്ചു പോവും. നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കുന്നു നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പം നമ്മൾ ചേർത്ത പാലും വെള്ളമെല്ലാം ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പാസ്തയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ തന്നെ പാസ്ത നന്നായിട്ട് വേവണം, ഇല്ലെങ്കിൽ നമ്മൾ മധുരം ചേർത്ത് കഴിഞ്ഞാൽ അത് ഉറച്ചു പോകും, പിന്നെ കുക്കായി കിട്ടും. നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്.
കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ഇടുന്നില്ല. നിങ്ങൾക്ക് നല്ലപോലെ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ മധുരം തന്നെ ഇതിൽ ധാരാളമാണ്. നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡിയാവും. കുറച്ച് ലൂസിൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പാസ്ത ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ ഇതിരുന്ന് കുറുകി പോവും. ഇപ്പോൾ പാസ്തയും കണ്ടൻസ് മിൽക്കും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിൽ പാല് മാത്രം ചേർത്തുണ്ടാക്കുന്നതിലും കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പായസം ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി ഇനി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.